ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഒരു ബാറ്റർ കൊണ്ട് തന്നെ ബട്ടർ ടീ കേക്കും ബട്ടർ റസ്ക്കും ഉണ്ടാക്കിയെടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഞാൻ പറയുന്ന അളവുകൾ അതേപടി എടുത്താൽ മതി. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ്. ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം എടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് യൂസ് ചെയ്യരുത്. തണുപ്പൊക്കെ പോയതിന് ശേഷം ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. 250 ml ഒരു കപ്പിലാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത്. പഞ്ചസാര കൂടി ചേർത്ത് ഒരു വിസ്ക് കൊണ്ട് നല്ല രീതിയിൽ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സായി വരും. ഇതൊന്ന് ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ തന്നെ ഒന്ന് യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് എടുക്കും. അതുവരെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ബട്ടറും പഞ്ചസാരയും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതുപോലെ ആയിരിക്കണം കൺസിസ്റ്റൻസി. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. 3 മുട്ടയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാവരുത്, തണുപ്പൊട്ടും ഉണ്ടാകാൻ പാടില്ല. മുട്ടയെല്ലാം ഒന്നിച്ച് പൊട്ടിച്ചൊഴിക്കേണ്ട, ഓരോ മുട്ടയായിട്ട് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒന്ന് 2 മിനിറ്റ് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കിനി മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അതും 250 ml കപ്പിലാണ് മൈദാപ്പൊടി എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അതും കൂടി ഈ ബാറ്ററിലേക്കിട്ട് നല്ല രീതിയിൽ വിസ്ക് കൊണ്ട് യോജിപ്പിച്ചെടുക്കാം. എക്സ്ട്രാ പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ബാറ്റർ ഒരുപാട് ലൂസാവാൻ പാടില്ല, ഇച്ചിരി കട്ടിയായിട്ട് തന്നെ ഇരിക്കേണ്ടതുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനൊരല്പം യെല്ലോ കളർ കൂടി ചേർക്കുന്നുണ്ട്. കളർ കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിനി 7 ഇഞ്ചിൻ്റെ ഒരു പാനിലൊഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. പാനിൽ ബട്ടർ പേപ്പർ ഇട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യുന്നത് 150 ഡിഗ്രിയിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 150 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓരോ ഓവനിലും ടെമ്പറേച്ചർ വ്യത്യാസമായിട്ടിരിക്കും. എനിക്ക് 150 ഡിഗ്രിയിൽ 20 മിനിറ്റ് ചെയ്തപ്പോഴാണ് കറക്റ്റായിട്ട് ഇത് കിട്ടിയത്. കേക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കുവാണെങ്കിൽ ഇത് ബട്ടർ കേക്കായിട്ട് തന്നെ എടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. ഞാനിതിൽ കുറച്ച് കേക്കായിട്ടും ബാക്കി ഫുള്ള് റസ്ക്കായിട്ടുമാണ് എടുക്കുന്നത്. ഇനി അത് റസ്ക്കാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓവനിൽ വയ്ക്കുന്ന ട്രേയിലേക്ക് പാച്ച്മെൻറ്റ് പേപ്പറോ ബട്ടർ പേപ്പറോ ഇട്ട് കൊടുക്കാം. അതിന് മീതെ ഈ കേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഇതിനി ഓവനിലേക്ക് വെച്ച് 150 ഡിഗ്രിയിൽ 20 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കേക്ക് പുറത്തെടുത്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും നേരത്തെ ചെയ്തതുപോലെ തന്നെ 150 ഡിഗ്രിയിൽ 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ക്രിസ്പിയായി പോകുകയൊന്നും വേണ്ട. ഇത് തണുക്കുമ്പോൾ നല്ല കട്ടിയുണ്ടാകും. മറ്റേ സൈഡും റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ക്രിസ്പിയുമാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റാണിത്. ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതും ബട്ടർ കേക്കും നല്ല ടേസ്റ്റാണ്. ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.